ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോകുമ്പോൾ ഇടജീവികൾ ഉണ്ടാവില്ലേ? ഇത് പരിണാമം അറിയാത്തത് കൊണ്ട് വരുന്നൊരു കാര്യമാണ്. കുരങ്ങനും തവളയ്ക്കും ഇടയ്ക്ക് തരങ്കൻ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ താറാവിനും മുതലയ്ക്കും ഇടയ്ക്ക് എന്താണ് ക്രോക്കോഡക്ക് ഉണ്ടാവില്ലേ? ഇതൊക്കെ മതത്തിലേ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. സയൻസ് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഇങ്ങനൊരു ജീവി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അങ്ങനെയല്ല എവല്യൂഷൻ. ഒന്നാമത്. രണ്ട്, ഇങ്ങനെ ജീവി വന്നാൽ കഴിഞ്ഞാൽ ആ ജീവിക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും കെട്ട അവസ്ഥയിൽ ജീവികൾ അതിജീവിക്കില്ല, നശിച്ചു. എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർ വിചാരിക്കും ഭയങ്കര മസിലൊക്കെ ഉള്ള ആളായിരിക്കും. അതിജീവിക്കുന്നത് പറഞ്ഞാൽ മസിലുള്ള ആളോ ബുദ്ധിയുള്ള ആളോ ഒന്നുമല്ല. അതിജീവിക്കുന്ന ആൾ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റല്ല, മറിച്ച് അനുയോജ്യത, അത്രേ ഉള്ളൂ. ഒരു കണ്ടീഷനിൽ അനുയോജ്യത. ഇപ്പോൾ ഇവിടെ ഒരു ചൈനക്കാരൻ വന്നു, ഇവിടെ പല ഡിഗ്രികളുണ്ടാവും, പക്ഷേ മോഹൻലാൽ ചേട്ടൻ മാത്രമേ ചൈനീസ് അറിയാവൂ. അപ്പോൾ പുള്ളി ഹീറോ ആവും. ആ ചൈനക്കാരൻ വേറെ ഒരു ഓർത്തന വരുന്നെങ്കിൽ വേറെ ആളായിരിക്കും ഹീറോ ആവുന്നത്. മനസ്സിലായി? ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ അനുയോജ്യമായ ആളാരാണോ അയാൾ അത് ജീവിക്കും. അല്ലാതെ ഫിറ്റസ്റ്റ്, അതൊക്കെ എവല്യൂഷനെ സംബന്ധിച്ചുള്ള വലിയ മണ്ടത്തരങ്ങളാണ്. അങ്ങനെയൊക്കെ വെച്ച് ലേഖനം എഴുതിയ വലിയ വലിയ പണ്ഡിതന്മാരെ എനിക്കറിയാം. ഫിറ്റസ്റ്റ് സർവേ ചെയ്യും, അതുകൊണ്ട് കരുത്തൻ്റെ അതിജീവനമാണ് ഇവല്യൂഷൻ പറയുന്നത്, ഞങ്ങളതിനെ എതിർക്കുന്നു. അല്ലെ, ഈ സ്വയം മഹത്വപ്പെടുത്താനും എന്തിനെങ്കിലും വേണ്ടി പൊരുതി മരിക്കാനും ഒക്കെ കുറേ ടീമുകളുണ്ടല്ലോ. എന്തെങ്കിലും വേണം പൊരുതി മരിക്കാൻ. അപ്പോൾ കുറേ ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ശക്തൻ്റെ അതിജീവനമാണ് പറയുന്നത് മക്കളെ, അതുകൊണ്ട് നമ്മളതിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഘോരഘോരമായി എഴുതിത്തള്ളിയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വലിയ വലിയ പുരോഗമനവാദികളുള്ള സംസ്ഥാനമാണ്. ശക്തൻ്റെ അതിജീവനമല്ല, അനുയോജ്യമായ, അതാണ് ഇവല്യൂഷൻ പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇവല്യൂഷൻ്റെ മിസ് റെപ്രസെൻറ്റേഷനാണ്. സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ ഡാർവിനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഡാർവിൻ അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ്, ഈവൻ ഡാർവിനിസം എന്ന് പറയുന്നത് തന്നെ ഡാർവിനിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇവല്യൂഷനെ കുറിച്ച് എന്തൊരു പരീക്ഷ നടത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് പോലും ഡാർവിന് കിട്ടിയെന്നിരിക്കില്ല. ഡാർവിൻ വിഷണ്ണനായി തളർന്ന മനസ്സും കുനിഞ്ഞ ശിരസുമായിട്ട് ഇറങ്ങിപ്പോയിരിക്കും. കാര്യം ഡാർവിന് ജനറ്റിക്സ് അറിയില്ല, നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. DNA കുറിച്ച് ഡാർവിൻ അറിയില്ല, നിങ്ങൾക്കറിയാം, അല്ലെ നമുക്കറിയാം, കുറച്ചെങ്കിലും അറിയാം. ഇതൊന്നും അറിയാതാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അതാണ് ഐ തിങ്ക് എന്ന് പറയുന്നത്. ചിന്തിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലടാന്ന് ചോദിക്കും. പക്ഷേ ചിന്തിക്കുന്നതിന് പരിധിയൊന്നുമില്ല. മനുഷ്യൻ കുത്തിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആയിരം സംഭവമായി. അപ്പോൾ ഈ സാധനമൊന്നും ഉണ്ടാവില്ല കേട്ടോ.